നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ടാണ് സ്പാർക്ക് വരാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ള റീസൺ നമ്മൾ പോസിറ്റീവ് വയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, നെഗറ്റീവ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു വയർ കൊടുത്തിട്ടുണ്ട്. വയർ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിൽ, അതായത് നമുക്കിവിടെ നെഗറ്റീവായിട്ട് വരുന്നത് നമ്മുടെ വണ്ടിയുടെ ബോഡിയാണ്, അതായത് ചേസിലേക്കാണ് നമ്മുടെ നെഗറ്റീവ് കണക്ഷൻ കൊടുത്തത്. നമ്മൾ ഈ ചേസിലേക്കാണ് നമ്മുടെ ഈ നെഗറ്റീവ് വയറിൻ്റെ കണക്ഷൻ കൊടുക്കണം. നമ്മൾ ഈ വയർ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബോഡിയുമായിട്ട് നല്ല രീതിയിൽ കോണ്ടാക്റ്റ് വരുന്ന രീതിയിൽ വേണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എർത്ത് കൊടുത്ത വയറിൻ്റെ മറ്റേ എൻഡ് നമ്മുടെ ചറവറയുടെ ഫസ്റ്റ് കൊടുത്ത വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കുക. ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് വയറിൻ്റെ ടിപ്പുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ മാത്രം വെക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ സ്പാർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ജമ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ രണ്ട് വയർ ഫിക്സ് ചെയ്തതിന് ശേഷം മണ്ണിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അഗൈൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കാണുന്നുണ്ടാവും സ്പാർക്ക് വരുന്നതായിട്ട്. ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കുന്ന ടൈമിൽ സ്പാർക്ക് നല്ല രീതിയിൽ വരും. നല്ല രീതിയിൽ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും, കൊടുക്കാത്ത രീതിയിൽ ഒന്നിടവിട്ടിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്പാർക്ക് വരിക. നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഈ വയറിലേക്ക് സ്പാർക്ക് വരുന്നത്. ഈ പവർ കേബിളിലേക്ക് നമ്മൾ ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഷോക്ക് അടിക്കും. നല്ല ഹൈ വോൾട്ടേജ് കറണ്ടാണ് ഇതിൽ കൂടി പാസ് ചെയ്യുന്നത്. നമ്മളെന്തായാലും ഈ സ്പാർക്ക് വെച്ചിട്ട് നമ്മൾ ഈ തിരിയൊന്ന് കത്തിക്കാൻ പറ്റുമോ നോക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ സ്പാർക്കിലേക്ക് നമ്മൾ ഈ തിരി വെച്ച് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ പടക്കം പൊട്ടിക്കൽ വീഡിയോൻ്റെ കൺക്ലൂഷനാണിത്. നമ്മുടെ പടക്കത്തിന് എന്തായാലും തീ പിടിച്ചിട്ടില്ല. ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ ഏകദേശം എൻഡിലെത്തുമ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആകാനുള്ള കാരണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മളിതെന്തായാലും ഒരു സക്സസ് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തതല്ല, ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു കൗതുകത്തിന് ചെയ്ത് നോക്കിയാണ്. വിഷുവൊക്കെ അല്ലേ, വീട്ടിൽ പടക്കം വാങ്ങിച്ചു, അപ്പോൾ എന്തായാലും രണ്ട് വയർ കണ്ടു, അപ്പോൾ ചുമ്മാ ഒരു കൗതുകം എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്തു. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചാനലിലെ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റുള്ള കണ്ടൻറ്റ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.